തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഏതാനും യുവാക്കൾ ഒരു ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായി വന്നു. ഏകദേശം 10-25 പേരുണ്ടായിരിക്കും. ഓരോരുത്തർ ഈ ധ്യാന ഹാളിൽ നിരനിരയായിട്ട് നിൽക്കുകയാണ്. അവരുടെ തലയിൽ, അവരുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരും ചെറുപ്പക്കാരാണ്. പല കമ്പനികളിൽ IT ഫീൽഡിലും എൻജിനീയറിംഗ് പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഞാനിങ്ങനെ ഓരോരുത്തർക്കുമായിട്ട് അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിന് മേലെ സമയമെടുത്തു ഇവർക്കൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് തീർക്കുവാനായിട്ട്. അല്ലെങ്കിൽ അത് തീർന്നപ്പോഴേക്കും അത്രയും സമയം എടുത്ത്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന, ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു യുവാവ് എൻ്റെ തൊട്ട് പുറകിലുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുക, അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന്. 1 മണിക്കൂറിന് മേലെയായി ഞാനിവിടെ അച്ഛനെ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് അവൻ എൻ്റെ കണ്ണിലേക്ക് നോക്കി അവൻ എന്നോട് ചോദിച്ചു, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അച്ഛനെ, ഞാൻ പറഞ്ഞു, അതിനെന്താ മോനെ. അത് പറഞ്ഞു തീരും മുമ്പേ അവൻ എൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവനെന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി കരയുകയാണ്. അവനൊന്നും മിണ്ടുന്നില്ല, പക്ഷേ എനിക്ക് കേൾക്കാം അവൻ്റെ ആ കരച്ചിൽ. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഓരോ തേങ്ങലുകൾ എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. എന്നിട്ട് ഒടുവിൽ അവൻ എന്നോട് ഒരു വാചകം ഇപ്രകാരം പറയുകയാണ്, ഞാൻ ഇന്ന് എൻ്റെ ക്രിസ്തുവിനെ കണ്ടു. സ്നേഹമുള്ളവരെ, ഞാൻ വെറുമൊരു ഉപകരണമാണ്, ഈശോയുടെ വൈദികൻ. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ സ്വീകരിച്ച പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, ആഴത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. എത്രയോ അമൂല്യമായിട്ടുള്ള ഒന്നാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ ആഴത്തിൽ. അതേ സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ അറിഞ്ഞ, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും ദൈവവിളി തന്നെയാണ് ഇത്. കരയുന്നവർക്ക് ആശ്വാസമേകുന്ന, പാപങ്ങളും പാപത്തിൻ്റെ ചെളിക്കുണ്ടിലും കിടക്കുന്നവർ അരികിലേക്ക് വന്നണയുമ്പോൾ സാരമില്ലട പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഒന്ന് സാന്ത്വനമേകാൻ, അവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ സുവിശേഷമായി തീരാൻ, സന്തോഷത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ സുവിശേഷമായി തീരാനായിട്ടുള്ള ഈ ഒരു ദൈവവിളി, അത് നമ്മൾ ഓരോരുത്തരും നിക്ഷിപ്തമാണ് സ്നേഹമുള്ളവരെ. അതിനാൽ നമുക്ക് ഈ സാന്ത്വനത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ സുവിശേഷം, അനേകർക്ക് കൂടുതൽ ജീവിക്കാനായിട്ട് പ്രചോദനമേകുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷ
വാഹകരായിട്ട് നമുക്ക് മാറാം. അന്യർക്ക് തണലായി, താങ്ങായി, കൂട്ടായി, തേങ്ങലോടെ വിതുമ്പിക്കരയുന്നവർക്ക് സാന്ത്വനത്തിൻ്റെ കുളിർത്തന്നലായിട്ട് നമ്മുടെ ജീവിതങ്ങളും മറ്റൊരു സുവിശേഷമായി തീരട്ടെ. നമ്മുടെ കഴിവുകൾ മറ്റൊരു സുവിശേഷത്തിൻ്റെ സ്പർശം നൽകുന്ന മേഖലകളായിട്ട് തീരട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ കൃപകളും നൽകി നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. നന്ദി.